നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും നെഗറ്റീവായി സംഭവിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പോസിറ്റീവായ അന്തരീക്ഷത്തിലേക്ക് കടക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങളും പ്രതികൂലമാകുമോ എന്ന ചിന്ത, അത്തരത്തിലുള്ള ഒരു ഭയം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തീരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളിൽ പലർക്കും പലവിധ പ്രയാസങ്ങൾ ഉള്ളവരാണ്. പ്രയാസങ്ങളിൽ നിന്നും മുക്തി ലഭിക്കണം എന്ന് ഭഗവാനോട് വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുവാനായി സാധിക്കുന്നു. അത്തരത്തിലുള്ള സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണ് എങ്കിലും അത്തരം ചില കാര്യങ്ങളിൽ അല്പമൊന്ന് അയവ് സംഭവിക്കാനുള്ള സാധ്യതകൾ, അത്തരം ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില സഹായങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. സാമ്പത്തിക സഹായങ്ങൾക്കുള്ള ശ്രമങ്ങളാണ് എങ്കിൽ പോലും ആ നടത്തുന്നതായ ശ്രമങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ പലപ്പോഴും പലവിധ ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നു എങ്കിലും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് പലപ്പോഴും വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്നൊരു ബോധ്യം, അത്തരത്തിലൊരു ധാരണ നിങ്ങളിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾ വളരെയധികം വച്ചു പുലർത്തുന്നവരുമാണ്. എന്നാൽ കാര്യത്തോടെടുക്കുമ്പോൾ ആ കാര്യങ്ങൾ പ്രതികൂലമായി തീരുന്നു. പല കാര്യങ്ങളും നടക്കും എന്ന് വിചാരിച്ച് പിന്നീട് നടക്കാത്തതായ സാഹചര്യം, അതുമൂലം വളരെയധികം വിഷമങ്ങൾ, മാനസികപരമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. സാമ്പത്തിക സഹായങ്ങൾ നിങ്ങളിൽ പലരും ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം ആ സഹായങ്ങൾ ലഭിച്ചു എന്ന തോന്നൽ ഉണ്ടാകും എങ്കിൽ പോലും, അതായത് ലഭിക്കും, അത്തരത്തിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ട് എങ്കിലും അത് നടക്കാത്തതായ സാഹചര്യം പലപ്പോഴുമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്താകില്ല പലപ്പോഴും ധനം നിങ്ങളിലേക്ക് വന്നു ചേരുക, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന മറ്റ് കാര്യങ്ങളാണ് എങ്കിലും അപ്രകാരം നിങ്ങളിൽ സമയാസമയത്ത് കടന്നു വരുന്നില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശത്തിൽ പ്രധാനമായത് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന, നിങ്ങളുടെ മനസ്സിലെ സങ്കടം ഭഗവാൻ കാണുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതിന്റെ അർത്ഥം നാളെ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കും എന്നല്ല. ചില അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകും. എന്നാൽ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ് കൃത്യമായ വഴി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള അവസരം, അത്തരത്തിലൊരു ഭാഗ്യം, മഹാഭാഗ്യം തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പല കാര്യങ്ങളും പ്രതികൂലമായി എന്ന് ഭവിക്കാം. എന്നാൽ അതെല്ലാം തരണം ചെയ്യാനും വളരെയധികം വിശ്വാസത്തോടെ മുന്നേറുവാനും സാധിക്കും. കാരണം നിങ്ങൾക്കൊപ്പമുള്ളത് സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ ഒപ്പമുണ്ട് എങ്കിൽ ഒരു വ്യക്തിക്കും ഒരു കാര്യവും ഭയക്കേണ്ടതായിട്ടില്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ശരിയായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ചില പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു.
അത്തരത്തിൽ ഭഗവാൻ നൽകുന്നതായ ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ നേരിടുന്നതായ ഒരു വിഷമതയ്ക്ക് അല്ലെങ്കിൽ വളരെയധികം പ്രയാസകരമായ ഒരു കാര്യത്തിന് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. അത് സാമ്പത്തികം തന്നെയാകണം എന്നില്ല. മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ഒരു കാര്യത്തിന് ഒരു ഉത്തരം ലഭിക്കുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാകാം. അല്ലെങ്കിൽ വളരെയധികം തെറ്റിദ്ധാരണ നിങ്ങളെക്കുറിച്ച് മറ്റൊരു വ്യക്തിക്കുണ്ട് എങ്കിൽ ആ തെറ്റിദ്ധാരണ മാറുന്നതായ സാഹചര്യമാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഭഗവാനുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. പുതിയ മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. നിങ്ങൾ ഒട്ടും നടക്കില്ല എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങളിൽ പുതിയ മാർഗങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതായ സാഹചര്യം. സത്യസന്ധമായ സമീപനമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ വച്ചു പുലർത്തുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തടസ്സം കൂടാതെ നിങ്ങളിലേക്ക് കടന്നു വരും. വിജയിക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാൻ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വിജയം നേടുവാനുള്ള അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും. പിന്തുണയ്ക്കാൻ പലരും നിങ്ങൾക്കൊപ്പം ഉള്ളതായി കാണുന്നു. എന്നാൽ ചിലരെ നിങ്ങൾ മനസ്സിലാക്കുവാൻ വിട്ടുപോയിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അതിനാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിലൊരു തീരുമാനത്തിൽ എത്തുവാൻ പാടുള്ളതല്ല. അതായത് പെട്ടെന്ന് ഒരു വ്യക്തിയെ വിശ്വസിക്കുകയോ പെട്ടെന്ന് ഒരു വ്യക്തിയെ അവിശ്വസിക്കുകയോ ചെയ്യരുത്. അല്പം സമയമെടുത്ത് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കത് നേട്ടങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുന്നു എന്നും കാണുന്നു. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. വളരെയധികം പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവായ ഊർജം, മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സമയം കടന്നു പോകുന്നത് പോലും അറിയാത്തതായ ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഭഗവാൻ മാത്രമാണ് നിങ്ങൾക്ക് ആശ്രയമുള്ളൂ എന്ന ബോധ്യം പലപ്പോഴും നിങ്ങൾക്കുണ്ട്. കാരണം പല അവസരങ്ങളിലും ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ വളരെയധികം ഉദാഹരണങ്ങൾ പല അവസരങ്ങളിലും അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നതുമാണ്. വളരെ ശക്തമായ മാറ്റങ്ങളാണ് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഭഗവാൻ നൽകുന്നതായ ആ അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതീക്ഷകൾ തന്നെയാണ് ഒരു വ്യക്തിക്ക് പലപ്പോഴും മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും വലിയ ഊർജം. അത് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിക്കും. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ആ പ്രതീക്ഷകൾ വർദ്ധിക്കുകയും ശുഭകരമായ ചിന്തകൾ, പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുൻപിൽ പല അവസരങ്ങളിലും ഒരു മാർഗവുമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അവസരങ്ങളിൽ ഭഗവാനെ ചിന്തിക്കുന്നത് മൂലം, ഭഗവാന്റെ സ്മരണ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മൂലം ചില അവസരങ്ങളിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അത്ഭുതകരമായി വഴി ഒരുക്കിയിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അത്തരം ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ആവർത്തിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുന്നതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കാരണം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ കാണുവാൻ സാധിക്കാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതായ സാഹചര്യം, ശരിയല്ല എന്ന് തോന്നിയാൽ പോലും ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായ അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം, അതുമൂലം നഷ്ടങ്ങൾ, മാനഹാനി അത്തരത്തിൽ അനുഭവിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ്. ചില വ്യക്തികളുടെ ചതി, വഞ്ചന തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളെ തളർത്തിയിരിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം, ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്നും ഇനി നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ശരിയായ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല അവസരങ്ങളിലും പല കാര്യങ്ങളിലും നിങ്ങൾ തെറ്റായി പോകുവാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു. അത് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്.
ചില താല്പര്യമില്ലാത്തതായ കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരുന്നു, അല്ലെങ്കിൽ ചില താല്പര്യമില്ലാത്തതായ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരുപാട് വിഷമിക്കുന്നു, അല്ലെങ്കിൽ ഒട്ടും പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നതായും കാണുവാൻ സാധിക്കുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നതായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കണം. ഭഗവത് മന്ത്രങ്ങൾ നിത്യവും നിങ്ങൾ ജപിക്കണം. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഭഗവാന്റെ സമക്ഷത്ത് നിങ്ങൾ എത്തണം. അതായത് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തണം. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യം ഇരട്ടിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്.